ഹലോ ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നല്ല മഴയായിരുന്നു, ഇടിവെട്ടും നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള ചമ്മലൊക്കെ വന്ന് അടിഞ്ഞും കൂടിയ കാഴ്ച. അതൊക്കെ മിറ്റടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ചോറ് തിളപ്പിച്ച് വറുത്തു. ചോറ് കുറച്ചുണ്ടായിരുന്നു ഇന്നലത്തെ, അപ്പോൾ അത് തിളപ്പിച്ച് വറുത്തു. മുട്ടക്കറിക്കുള്ള സബോളയും കാര്യങ്ങളും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തക്കാളിയും. അപ്പോൾ എൻ്റെ അമ്മയാണ്, അമ്മ പോകാൻ നിൽക്കുകയാണ് പണിക്ക്. അപ്പോൾ അത് കഴിഞ്ഞു. വേഗം സബോള അരിയൽ കഴിഞ്ഞില്ല, സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് അരിയാൻ നിന്നത്. പിന്നെ വേഗം അടുക്കളയിലേക്ക് പോന്നു. വേഗം ചീനിട്ട് കഴുകി വെച്ച് സബോള മുട്ടക്കറി വെള്ളപ്പത്തിന് വേണ്ടിയുള്ള കറി ഉണ്ടാക്കുകയാണ്. ദീക്ഷത്തിന് ഇഷ്ടപ്പെട്ട കുറുമക്കറി വെള്ളപ്പം ദീക്ഷത്തിന് വലിയ ഇഷ്ടമില്ല. മുട്ടക്കറി വെള്ളപ്പമാണ് കൂടുതലിഷ്ടം. അപ്പോൾ അരച്ച് വെച്ച് കഴിയുമ്പോൾ 2 ദിവസത്തേക്ക് വെള്ളപ്പം ഉണ്ടാവും മാവ്. അപ്പോൾ 2 ദിവസം വെള്ളപ്പം വയ്ക്കാറാണ് പതിവ്. കൂട്ടാൻ ഇങ്ങനെ മാറും, ഒന്നെങ്കിൽ കുറുമക്കറി അല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനെയൊക്കെ. അപ്പോൾ മസാല എനിക്ക് ഉള്ളിൽ പിടിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ വരയാണ് മുട്ട പുഴുങ്ങിയിൽ. അപ്പോൾ വെള്ളപ്പം ഓരോന്ന് ആയിട്ട് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞത് കുഞ്ഞുട്ടൻ്റെ TV ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അടുപ്പത്ത് വെള്ളപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കരിഞ്ഞു പോയി, ശ്രദ്ധിച്ചില്ല. TV വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അത് മറന്നുപോയി. അത് മറന്നിട്ട് ഞാൻ എനിക്കുള്ള വെള്ളപ്പെടുത്ത് ആ വിഷമത്തോടു കൂടി ഒന്ന് കഴിച്ചു. വെള്ളപ്പച്ചട്ടി കേടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതൊന്ന് എടുത്ത് കഴുകി വൃത്തിയായിട്ട് എടുത്തപ്പോൾ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദേശത്ത് കരോട്ട കഴിഞ്ഞ് വന്നിട്ട് വെള്ളപ്പം ഉണ്ടാക്കി വീണ്ടും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് മോറി. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇടയിൽ കഴുകൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് പിന്നെ ചോറ് തിളപ്പിച്ച് വാർത്തല്ലോ. അപ്പോൾ പിന്നെ മീൻ കൂട്ടാണ്ട് അത് ചൂടാക്കി എടുത്തു. മീൻ മറക്കാണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ മതി വെച്ച് ഞങ്ങൾ പിള്ളേർ തന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കത് മതി വെച്ചിട്ട് ഞങ്ങളത് ശരിയാക്കി വെച്ചു. അത് 2 വാഷ് ബേസ്, സിങ്ക് അവിടെ കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോഴത്തെ പോലെ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുക്കള ക്ലീനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അവിടെ അവിടെ അഴുക്കുകൾ കണ്ടു. ചെറുതായിട്ട് കുറച്ച് ചെളിക അഴുക്കായപ്പോൾ വേഗം അത് കഴുകി വൃത്തിയാക്കുകയാണ്. എന്നും വാഷ് ബേസിൻ്റെ അവിടെ കഴുകാറൊന്നുമില്ല. എന്തെങ്കിലും ഇതായി കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പനെ കഴുകിയിടും. വൃത്തികേടായി കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പനെ കഴുകിയിടാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അടിച്ചോരി ഉടക്കിയാണ്. അടിച്ചോരി കഴിഞ്ഞ് തുടയ്ക്കും. അവിടെ കുറച്ച് ചന്ദനക്കുറിയൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അടിച്ചോരിക്കാണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കമീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഒരു ചേട്ടൻ വരും. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.